എനിക്ക് ആ പഴയ ലാലേട്ടൻ എന്ന് കാണാൻ പറ്റിയതേ. രാവിലെ 10 മണിക്കുള്ള ഷോയാണ് ഞാൻ പോയി കണ്ടത്. തുടരും. വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് വീണ്ടും മലയാള സിനിമയിലേക്ക് വരുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് തരുൺ മൂർത്തി, സൗദി വെള്ളയ്ക്ക, അതേപോലെ തന്നെ ഓപ്പറേഷൻ ജാവേക്ക് എടുത്ത അതേ സെയിം മനുഷ്യൻ കേട്ടോ. എന്താ പടത്തിനെ കുറിച്ച് പറയണ്ടേ? എനിക്ക് പറയാൻ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല. ഒരു ഒന്നൊന്നര ഫാമിലി മൂവി. കുറെ നാളിന് ശേഷം എനിക്ക് ആ പഴയ ലാലേട്ടനെ ഇന്ന് കാണാൻ പറ്റി. എന്താ അല്ലേ, അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളിക്കാരൻ ഈ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ, അതായത് വെടിവെപ്പ്, 10 ഹെലികോപ്റ്റർ, ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മുണ്ടൊക്കെ കൊടുത്ത് ഒരു പക്ക നാട്ടുംപുറംകാരനായിട്ട് വരുന്ന ഒരു മോഹൻലാലുണ്ട്. അങ്ങനെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ തൂക്കി എങ്ങനെ തന്നെ പറയാം. നാട്ടുകാരെ വീട്ടുകാരുടെ ഇടയിൽ ബെൻസ് എന്നറിയപ്പെടുന്ന ഷൺമുഖനായിട്ടുള്ള നമ്മുടെ സ്വന്തം ലാലേട്ടൻ, അതാണ് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ. വീട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാവുന്ന ഒരു മനുഷ്യൻ, പക്ക ഒരു ജോർജ് കുട്ടി. എന്നാൽ ജോർജ് കുട്ടിയല്ല. പണ്ട് സിനിമയിലേക്കായിരുന്നു, അവിടെ നിന്നൊക്കെ വിട്ടു വന്നിട്ട് സ്വന്തം വീട് കഴിയാനായിട്ട് കാറൊക്കെ ഓടിച്ച് നടക്കുന്ന ഒരു സാധു മനുഷ്യൻ, ഒരു ബ്ലാക്ക് മാർക്ക് 1 അംബാസഡർ. അതാണ് ആ ഒരു വണ്ടി എന്ന് പറയുന്നത്. വണ്ടിയെ സ്നേഹിക്കുന്ന, വീട്ടുകാരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. വീണ്ടും എടുത്ത് പറയണം. കാര്യം ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആയി പോകും, പക്കാ സ്പോയിലർ ആവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് കൂടുതലും പറയുന്നത്. പിന്നെ അതിൽ വില്ലനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ. പുള്ളിക്കാരൻ ഞാൻ ഒരു പേരിട്ടിട്ടുണ്ട്, ലാഫിങ് സൈക്കോ വില്ലൻ. അതായത് ഈ ചിരിച്ചോണ്ടൊക്കെ കഴുത്തെറുക്കുക എന്നൊക്കെ പറയൂലേ, അതാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു ട്രേഡ് മാർക്കുണ്ട്. ഇത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും. ഹലോ, അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. തിയേറ്ററിൽ പോയി തന്നെ ഫിലിം കണ്ടോ, പറ്റുമെങ്കിൽ വീട്ടുകാരെയും കൂടെ ഒന്ന് പോയി കണ്ട് കാണിക്കുക. കാര്യം പക്ക ഒരു ഫാമിലി മൂവി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോണറിലുള്ള ഒരു അടിപൊളി പടം. പടത്തിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഞാനിങ്ങനെ പിടിച്ചാണ് പറയുന്നത്. കാര്യം അത്രയ്ക്ക് കിടിലം സ്റ്റോറി ലൈൻ. അങ്ങേരൊക്കെ ഒരു സുപ്രഭാതത്തില് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാവുന്ന വേദനയ്ക്ക് അപ്പുറം പുള്ളിക്കാരനെ ഏറ്റെടുക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ നടക്കുന്ന കുറെ സംഭവങ്ങളാണ് പടം എന്ന് പറയുന്നത്. ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ വല്ലാണ്ട് ഇഷ്ടപ്പെടും. പുള്ളിക്കാരൻ ഒരു ബാത്റൂമിലേക്ക് ഇരുന്ന് കരയുന്ന സീനുണ്ട്. നമ്മൾ ആ കൂടെ കരഞ്ഞോ അമ്മാരി. അതായത് പക്കാ പഴയ ലാലേട്ടൻ അങ്ങനെ തിരിച്ചു കിട്ടി മക്കളെ. ഇതേപോലെ അങ്ങ് പോയാൽ മതിയായിരുന്നു. അതേ എനിക്കുള്ളൂ പ്രാർത്ഥന. പിന്നെ ഇതെല്ലാം നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇവന്മാര് ഈ വില്ലന്മാര് നാറികൾ, ഇവനെ കിട്ടി 2 എണ്ണം കിട്ടിയാൽ കൊള്ളാന്ന് പറയുമ്പോഴാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. കിഞ്ചലിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഞ്ചലിടി. ഒരു ഇടി നമുക്ക് ഫീലാവും, അമ്മൊരു ഇടി. അതായത് ദൃശ്യം 2 അല്ല, നേരില് മറ്റേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇടിക്കുന്ന ഇടിയുണ്ടല്ലോ, അതേപോലെ ഒരു കിടിലൻ ഇടി. അമ്മാരി കിടിലം മൂവി. പിന്നെ ഇതിനകത്ത് കുറച്ച് പേരെയൊക്കെ ഈ മലം കെൽട്ടെന്നൊക്കെ പറഞ്ഞ് തൂക്കുന്നുണ്ട്. ആൻഡ് പുള്ളിക്കാരനെ പഴയ വെള്ളത്തിൽ വെട്ടിയിട്ട വളത്തുണ്ട്, അതേപോലെ തന്നെ കഞ്ഞി എടുക്കട്ടെ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ശോഭന മോഹൻലാൽ കൂട്ടുകെട്ടുണ്ടല്ലോ, വെറും കിടിലമായിരുന്നു കേട്ടോ ഈ പടത്തില്. അതിന്റെ അവര് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നത് ഇപ്പം ഈ ഒരു പടം തന്നെ ചെയ്യുന്നത്. ഇതിന് മുന്നേ ലാസ്റ്റ് ഏതായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. കുറെ നാളിന് ശേഷമാണ് അവര് തിരിച്ചു വരുന്നത്. അവരെ കുറെ കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ട്, ഭയങ്കര കിടിലമാണ്. ആൻഡ് ഈ പറയുന്ന ഇന്റർവെല്ലിന് ശേഷം പടത്തിന്റെ ലെവലേ മാറുവാണ്. അതുവരെ നമ്മൾ ചിരിച്ച് നിന്ന ഒരു സീനേ അല്ല, ഫുള്ള് കിടിലം എന്ന് പറഞ്ഞാൽ വേറെ ലെവല് സ്റ്റോറി. ആ ക്ലൈമാക്സ് കൊണ്ട് നിർത്തുന്ന തന്നെ വമ്പോ എന്നുള്ളൊരു സീനിലാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടോ, നിങ്ങൾക്ക് ആ പഴയ ലാലേട്ടനെ കാണാൻ പറ്റും. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല, അല്ലേ പറയായിരുന്നു. എനിക്ക് കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ആസ്വാദനത്തിന് ചിലപ്പം എന്തെങ്കിലും പറ്റും. എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടോ പടം, വെറും കിടിലം പടം. ലാലേട്ടൻ തിരിച്ചു വന്നു മക്കളെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ആ ഒരു മുണ്ടെടുത്ത പക്ക മുണ്ട് പറിച്ചടി, അത് തന്നെ പോയി കണ്ടോ തിയേറ്ററിൽ, പക്ക കിടിലം പടം.